അസ്ലം LDF സ്ഥാനാർത്ഥിയായ M സ്വരാജ് എത്തിയത് UDF ക്യാമ്പിനെ ഒരൽപ്പം ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഇനിയിപ്പോൾ PV അൻവറിന്റെ പിന്തുണ അത് UDFനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായി മാറിയിരിക്കുകയല്ലേ? M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം തീർച്ചയായും UDFിൽ വെല്ലുവിളി ഉയർത്തുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വലിയ പിന്തുണയുള്ള മാത്രമല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമെന്ന അർത്ഥത്തിൽ SFI, DYFI സംസ്ഥാന നേതൃത്വങ്ങളിലൂടെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്ത ഇദ്ദേഹത്തിന് വലിയ തോതിലുള്ള ഫോളോവേഴ്സ് ഉണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ച് സത്യാനന്ദൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കോളത്തിലൂടെയും മറ്റുമൊക്കെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് തന്നെ വലിയ തോതിലുള്ള പിന്തുണ ഇടതുപക്ഷ സമൂഹത്തിനുണ്ട്. മാത്രമല്ല പൊതുസമൂഹത്തിലും പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ സേഫ് സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ടും ഫലസ്തീനുമായി ബന്ധപ്പെട്ടും ബാബരി മസ്ജിദ് വിധിയുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം ഉയർത്തിയ നിലപാടുകൾക്ക് രാഷ്ട്രീയ ഇടതുപക്ഷത്തിനപ്പുറത്തുള്ള രാഷ്ട്രീയ സമൂഹം അദ്ദേഹത്തിനെ വലിയ തോതിൽ പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതിൽ പൊതുസമൂഹത്തിന് പിന്തുണയുള്ളൊരു നേതാവ് തന്നെയാണ് M സ്വരാജ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മാത്രമല്ല CPMന്റെ സംസ്ഥാന പ്രധാനപ്പെട്ട നേതാവ് വരുന്നതോടുകൂടി പാർട്ടി എന്ന് പറയുന്നത് കുറെ കൂടി വൈകാരികമായി ഇതിനെ സമീപിക്കുകയും ആ അർത്ഥത്തിൽ കുറെ കൂടി ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള ഒരു കടുത്ത പോരാട്ടം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ അവർ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വിന്നിംഗ് ഫോർമുല ഈ മേഖലയിൽ അവർ സാധാരണഗതിയിൽ പരീക്ഷിച്ചിരുന്നത് എന്ന് പറയുന്നത് പൊതു സ്വതന്ത്രനെ നിർത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി സ്ഥാനാർത്ഥി കൊണ്ട് മാത്രം വിജയിക്കുന്ന ഒരു മണ്ഡലമല്ല നിലമ്പൂർ എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കുറെ നാളെ അവർ ഇത്തരത്തിലുള്ള ഫോർമുല പരീക്ഷിച്ചിരുന്നത്. വിജയിച്ച PV അൻവറും പൊതു സ്വതന്ത്രൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫോർമുലയിൽ നിന്നും അവർ മാറിയത് എന്തുകൊണ്ട് ഇതുവരെ പാർട്ടി നേതാവിനെ അവർ മത്സരിപ്പിച്ചില്ല എന്ന ചോദ്യം VD സതീശൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ പൂർണ്ണമായ ഒരു പാർട്ടി നേതാവ് വന്നു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യങ്ങൾ ശരിയാവില്ല എന്ന് അവർ പറയുന്നുണ്ട്. അതേസമയം അതിൽ ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് നടക്കുന്ന UDF യോഗത്തിലെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. അതായത് PV അൻവറുമായി സഹകരിക്കാൻ UDFന് കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായി. അതായത് PV അൻവർ പ്രത്യേകം മത്സരിക്കും, സ്വതന്ത്രം അതേ തൃണമൂൽ കോൺഗ്രസായി മത്സരിക്കുകയും UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യം തീർച്ചയായും UDFന് പ്രതികൂലമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് M സ്വരാജിലൂടെ വന്ന സാഹചര്യത്തിൽ ഈ സീറ്റ് വിജയിക്കാൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വെല്ലുവിളിച്ച ഒരാളിനെ രാജിവെച്ച സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുന്നതിലൂടെ വലിയ ആത്മവിശ്വാസവും വലിയ ആത്മവീര്യവും ഉണ്ടാകും. മാത്രമല്ല പിണറായി 3.0 എന്ന ലോഡിങ്ങിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവർ വലിയ തോതിലുള്ള ഒരു ഇത് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അൻവറിനെ ടാക്കിൾ ചെയ്യാൻ UDFന് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. ഒരുപക്ഷെ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഈ കാര്യത്തിൽ ഈ തീരുമാനമെടുക്കുന്നതിൽ ഒരുപക്ഷെ UDFനെ സ്വാധീനിക്കാമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. PV അൻവർ സംബന്ധിച്ചോളം കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവർ UDF ഒരു തർക്കത്തിൽ കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല ഇന്നത്തെ പ്രതികരണങ്ങൾ PV അൻവറിന്റെയും അതോടൊപ്പം തന്നെ UDF നേതാക്കളുടെയും വന്നത് രണ്ട് ഭാഗത്തും ചില അയവുകൾ കാണുന്നുണ്ട്. അതേസമയം പൂർണ്ണമായി അതൊരു ധാരണയിലേക്ക് എത്തിയെന്ന് വെച്ചാൽ എത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരാദ്യം പറയും UDF പ്രഖ്യാപിച്ചതിന് ശേഷം അൻവർ തിരുത്തുമോ അതോ അൻവർ തിരുത്തിയ ശേഷം പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിലൊക്കെ തർക്കങ്ങളും മറ്റുമൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമായാലും അസ്ലം ആദ്യം അൻവർ തിരുത്താനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അൻവർ ആദ്യം ഷൗക്കത്തിന് പിന്തുണ അറിയിക്കട്ടെ, അതിനുശേഷമാകാം എന്ന് തന്നെയല്ലേ ഏറ്റവും ഒടുവിലും സതീശൻ പറഞ്ഞത്. അതാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞ് തിരുത്തുക എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ. സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്തിനുള്ള പിന്തുണ പിന്നെ ആദ്യം പറയുക എന്നുള്ളത് ഇതിലൊരു കണ്ടീഷൻ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഒരു ധാരണ പുറത്താണെങ്കിൽ ഒരുപക്ഷെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഉൾപ്പെടെ അല്ലെങ്കിൽ വേറെ അത് പുറത്ത് പറയുകയും അതിനപ്പുറം മറ്റു കാര്യങ്ങൾ ചില ധാരണയിൽ ഉണ്ടാവുകയും ചെയ്തുകൊണ്ട് ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അൻവർ ആര്യാടനെ പിന്തുണയ്ക്കുന്ന സാഹചര്യവും തുടർന്ന് അൻവറിന്റെ UDF പ്രവേശനത്തെ സംബന്ധിച്ച് അസോസിയേറ്റ് മെമ്പർഷിപ്പ് സംബന്ധിച്ചുള്ള UDFന്റെ പ്രഖ്യാപനം ഔദ്യോഗികമായി വരും എന്നാണ് പൊതുവെ ഈ ഒരു സമവായ ശ്രമത്തെ പിന്നാലെയുള്ള നേതാക്കൾ പറയുന്നത്. അതേസമയം അപ്പോഴും ഒരു അവസാനത്തെ ഒരു കോൺഫിഡൻസ് അത് നടക്കുമെന്ന കാര്യത്തിൽ ഒരു വിശ്വാസവും ഒരു പൂർണ്ണമായ വിശ്വാസം UDF നേതാക്കൾ പങ്കുവെക്കുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി നടക്കുന്ന ഒരു തകടം മലക്കം മറിച്ചിലുകളുണ്ട്. അത് ഏത് ഘട്ടത്തിലാണ് PV അൻവർ പിന്നെ ഇതിനെ പരിഗണിക്കുക, മാത്രമല്ല PV അൻവറിന്റെ കൂടെ ഉള്ള ആൾക്കാർ ഈ ഒരു തീരുമാനത്തിൽ അംഗീകരിക്കുമോ, അതോടൊപ്പം തന്നെ UDF നിരയിൽ തന്നെ കടുത്ത നിലപാടുള്ള ആൾക്കാരും സമവായ അല്ലെങ്കിൽ മൃദു നിലപാടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ ഒരു അന്തിമ തീരുമാനം ഇന്നുണ്ടാവും. എന്തായാലും രണ്ടിലൊരു കാര്യം ഇന്നത്തോട് തീരുമാനമാകും എന്ന് തന്നെയാണ് UDF വൃത്തങ്ങൾ കരുതുന്നത്. എന്തായാലും M സ്വരാജ് വന്ന സാഹചര്യം കൂടി പരിഗണിക്കപ്പെടും UDF അല്ലെങ്കിൽ PV അൻവർ തർക്കത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. PV അൻവർ കൂടെ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും M സ്വരാജിനെതിരായ പോരാട്ടം കുറച്ചുകൂടി എളുപ്പത്തിന് നടത്താൻ കഴിയും, അല്ലെങ്കിൽ വലിയ വെല്ലുവിളിയായിരിക്കും. മാത്രമല്ല PV അൻവറിനെ സംബന്ധിച്ചോളം അത്ര ഒരു കാര്യം ഉണ്ടാകും. കാരണം മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട യുവ നേതാക്കളിൽ ഒരാളാണ്. പക്ഷേ ഭാവിയിൽ തന്നെ അവർ CPM-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ഉയർത്താൻ കഴിയുന്ന തലത്തിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നതിൽ ഉയർത്താൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എം സ്വരാജിനെ CPM തന്നെ കാണുന്നത്. അങ്ങനെ ഒരു നേതാവിനുള്ള പോരാട്ടം നടക്കുമ്പോൾ താൻ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും സ്വാഭാവികമായിട്ടും PV അൻവർ ക്യാമ്പിൽ നടക്കുമെന്ന് കരുതാം. എന്തായാലും ഇന്നത്തെ യോഗം നിർണായകമായിരിക്കും. അതിൽ PV അൻവറിനെ ടാക്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ സമവായത്തിലൂടെ കൂടെ നിർത്താൻ UDF-ന് കഴിഞ്ഞില്ലെങ്കിൽ വലിയ വെല്ലുവിളിയിലേക്കായിരിക്കും UDF പോകുക എന്ന കാര്യത്തിൽ സംശയമില്ല. യെസ്, ഷബീർ ഒമർ കൂടി ചേരുന്നുണ്ട്. ഷബീർ, ഇന്നത്തെ ഒരു പകൽ കൂടി കാത്തിരിക്കാൻ PV അൻവർ തീരുമാനിച്ചിട്ടുണ്ട്. വൈകിട്ട് UDF യോഗം ചേരുന്നു. അതിൽ നിന്ന് PV അൻവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? PV അൻവർ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇന്നത്തെ ഒരു പകൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ തന്റെ മത്സരിക്കാമെന്ന തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങും എന്ന സന്ദേശം തന്നെയാണ് PV അൻവർ നൽകുന്നത്. ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു. ഇന്ന് രാവിലെ 9 മണിക്ക് പത്രസമ്മേളനം വിളിച്ചിരുന്നു. ഈ പത്രസമ്മേളനത്തിൽ കൃത്യമായി തന്നെ എന്താണ് തന്റെ പദ്ധതി, തന്റെ പ്ലാൻ എന്ന് പ്രഖ്യാപിക്കാനായിരുന്നു PV അൻവറിന്റെ തീരുമാനം. അതിന് തൊട്ട് മുന്നോടിയായാണ് UDF-ന്റെ നേതൃത്വത്തിൽ നിന്ന് ചില നേതാക്കൾ PV അൻവറിനെ ബന്ധപ്പെടുന്നതും പ്രശ്നപരിഹാരം ഉണ്ടാക്കാം, താങ്കൾ ഈ പകൽ കൂടി കാത്തിരിക്കണം, ഇന്ന് വൈകിട്ട് UDF യോഗം ചേരുന്നുണ്ട്, ആ UDF യോഗത്തോടു കൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നൊരു സന്ദേശം നൽകുന്നത്. ഇതോടുകൂടിയാണ് PV അൻവർ കാത്തിരുന്നത്. ഒപ്പം തന്നെ PV അൻവർ തന്നെ പറഞ്ഞ കാര്യം, സമുദായ നേതാക്കൾ 3 സമുദായങ്ങളുടെയും നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടു ഒരു പ്രശ്നത്തിലേക്ക് പോകരുത്, തർക്കത്തിലേക്ക് പോകരുത്, പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നും കൂടി പറഞ്ഞു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് താൻ കാത്തിരിക്കാൻ തയ്യാറായതെന്നാണ് PV അൻവർ പറയുന്നത്. പക്ഷേ PV അൻവർ പറയുന്നത് അനുസരിച്ച് നേരത്തെയുള്ള UDF കമ്മിറ്റിയുടെ തീരുമാനം PV അൻവറിനെ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാം, UDF-ന്റെ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാമെന്ന് UDF തീരുമാനിച്ചു. അത് VD സതീശനെ ചുമതലപ്പെടുത്തി. മെയ് 2-ാം തീയതി കോഴിക്കോട്ട് ചേർന്ന UDF യോഗത്തിലായിരുന്നു ഈ തീരുമാനമെടുത്തതും VD സതീശനെ പ്രഖ്യാപിക്കാൻ ചുമതലപ്പെടുത്തിയതും. ഒരാഴ്ചക്കകം PV അൻവറിന്റെയുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനമാണോ UDF എടുത്തത് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു UDF യോഗത്തിന് ശേഷം അന്നത്തെ UDF കൺവീനർ MM ഹസൻ പറഞ്ഞത്. പക്ഷേ അന്ന് പ്രഖ്യാപനം ഉണ്ടായില്ല. ആ പ്രഖ്യാപനം ഉണ്ടാകാതെ അത് വൈകിപ്പിച്ചു. VD സതീശൻ എന്ന വ്യക്തി മാത്രമാണ് ഇത് പ്രഖ്യാപിക്കാതെ വൈകിപ്പിച്ചത്. തന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചത്, തന്നെ കളിപ്പിച്ചു എന്ന വാക്കാണ് PV അൻവർ ഉപയോഗിച്ചത്. പേരെടുത്ത് എന്ന് വിമർശിച്ചില്ലെങ്കിലും പരോക്ഷമായി ഒരു വ്യക്തിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് PV അൻവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ അസോസിയേറ്റഡ് ഘടകകക്ഷി എന്നുള്ള നേരത്തെയുള്ള വാഗ്ദാനം ഇനി അംഗീകരിക്കില്ല. പൂർണ്ണമായും ഘടകകക്ഷി, മുന്നണിയിൽ പൂർണ്ണമായും ഒരു അംഗം എന്ന നിലയിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് PV അൻവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതല്ലാത്ത പക്ഷം മത്സരിക്കാൻ തന്നെയാണ് PV അൻവറിന്റെ തീരുമാനം. മത്സരിക്കാനുള്ള തീരുമാനം വെറുതെ പറയുന്നതല്ല, അദ്ദേഹം അതിനുള്ള മുന്നൊരുക്കങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയിരുന്നു. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് TMC-യുടെ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മഞ്ചേരിയിൽ ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് PV അൻവർ തന്നെ മത്സരിക്കട്ടെ, ഇങ്ങനെ അപമാനിതരായി തുടരേണ്ടതില്ല, ഈ UDF പ്രവേശനത്തിനായി തുടരേണ്ടതില്ല, PV അൻവർ മത്സരിക്കട്ടെ, അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താം, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അതിനുശേഷം വീട്ടിലെത്തിയ PV അൻവർ ഈ മത്സരിക്കുന്നതിന് മുന്നോടിയായി എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അതെല്ലാം തന്നെ ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചത്. ഇപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ചർച്ചകൾ നടക്കുന്നുണ്ട്, UDF-മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ അസോസിയേറ്റഡ് ഘടകകക്ഷി എന്ന് ഇപ്പോഴും UDF നേതൃത്വം പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. നേരത്തെയുള്ള തീരുമാനമായിരുന്നു, പക്ഷെ അന്നത് പ്രഖ്യാപിക്കുകയായിരുന്നെങ്കിൽ താനത് അംഗീകരിക്കുമായിരുന്നു. പക്ഷെ പ്രഖ്യാപനം ഉണ്ടായില്ല. അതിനുശേഷമാണ് താൻ UDF-ന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് മാത്രമാണ് ആര്യാടൻ ഷൗക്കത്ത് UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ കൊള്ളില്ലെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അതിനെതിരെ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത്. UDF-ന്റെ ഭാഗമാവുകയാണെങ്കിൽ UDF-ന്റെ സ്ഥാനാർത്ഥി തൻ്റെത് കൂടി സ്ഥാനാർത്ഥിയാകുമായിരുന്നു എന്നെല്ലാം PV അൻവർ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായൊരു സന്ദേശം PV അൻവർ നൽകുന്നു. തന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചു കോൺഗ്രസ് നേതൃത്വം, ആ നിലയ്ക്ക് ഉള്ള ശ്രമം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്ക് സ്ഥാനാർത്ഥിക്കെതിരെ പറയേണ്ടി വന്നത്. മറ്റൊന്ന്, ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട തന്റെ വിമർശനങ്ങൾ വെറുതെ ഒരു സമ്മർദ്ദ തന്ത്രം മാത്രമല്ല, അതിന് ചില കാര്യകാരണങ്ങൾ കൂടിയുണ്ട്. അത് പിന്നീട് വിശദമാക്കാമെന്ന് കൂടി PV അൻവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ താൻ പിന്തുണച്ചതിന് ശേഷം ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയായി തോറ്റുപോയാൽ താൻ കാലുവാരി എന്നാകും പറയുക. അത് കേൾക്കാൻ തനിക്ക് താല്പര്യമില്ല. അതോടുകൂടിയാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. പക്ഷേ UDF നേതൃത്വം ഇത് അംഗീകരിക്കുന്നില്ല. അല്പം മുമ്പ് നമ്മൾ VD സതീശന്റെ പ്രതികരണം കേട്ടതാണ്. UDF-ന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുകയാണെങ്കിൽ തങ്ങളുടെ തീരുമാനം പ്രഖ്യാപിക്കും, അതായത് നേരത്തെയുള്ള UDF എടുത്ത തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് VD സതീശൻ പറഞ്ഞത്. ആ പ്രഖ്യാപനമാണെങ്കിൽ ഒരു പക്ഷേ PV അൻവർ അത് അംഗീകരിക്കില്ല. അസോസിയേറ്റഡ് ഘടകകക്ഷി എന്ന തീരുമാനം PV അൻവർ അംഗീകരിക്കില്ല. ഒപ്പം തന്നെ നേരത്തെ മുഹമ്മദ് അസ്ലം സൂചിപ്പിച്ചതുപോലെ ആരാദ്യം പറയും PV അൻവർ സ്ഥാനാർത്ഥി അംഗീകരിക്കണമെന്നാണ് ആവശ്യം. പക്ഷേ PV അൻവർ അതിന് തയ്യാറാകുന്നില്ല. UDF-ന്റെ ഘടകകക്ഷിയാകാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല നിലപാടിലാണ് PV അൻവർ. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ട് ചേരുന്ന UDF യോഗം വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഒരു പ്രശ്നപരിഹാരത്തിന് UDF ശ്രമിക്കുന്നുണ്ട്. പല മേഖലയിൽ നിന്ന്, പല കോണുകളിൽ നിന്ന് ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. PV അൻവർ മത്സരിക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും അതിന്റെ പരിണിത ഫലം എന്നുള്ളകൂടി പ്രത്യേകം എടുത്തു കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും എന്ന നിലയ്ക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ രാഷ്ട്രീയ ഗ്രാഫും മാറുകയും ചെയ്യും. ദിവ്യ.